വളരെയധികം സന്തോഷം. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വന്നിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. എന്നോട് ഗസ്റ്റായിട്ട് വിളിച്ചതിന് ഡോപ്പയോട് വളരെയധികം നന്ദി ഞാനിപ്പോൾ അറിയിക്കാം. ഞാനത് വരുന്നതിനും ചോദിച്ചു ആക്ച്വലി എന്താണ് പരിപാടി ശരിക്കും. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന്റെ ഫേവറേറ്റ് ഡയലോഗ് അതല്ലേ? അച്ഛന്റെ ഫേവറേറ്റ് ഡയലോഗ് അല്ലേ? അച്ഛന്റെ ഫേവറേറ്റ് എല്ലാ സിനിമകളും എനിക്ക് അച്ഛന്റെ ഫേവറേറ്റ് സിനിമ ഇഷ്ടം ചട്ടമ്പിതാണെന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതായത് മാത്തൂർ ഗോപാലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇത്. അതിന്റെ ഡയലോഗുകളൊക്കെ അതൊന്നും ഇങ്ങനത്തെ സദസ്സിൽ പറയാൻ പറ്റുന്ന ഡയലോഗല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. ഭയങ്കര പേടിയാണ്. അച്ഛൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അത് ഞാൻ ചെയ്ത് കാണിച്ചതാണ്. അച്ഛൻ്റെ ഒന്നും ചോദിക്കാതിരിക്കണല്ലോ. കാരണം അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടില്ലല്ലോ. പോട്ടെ, വേറെ പോട്ടെ. ഇത്രയും വലിയ ആൾക്കാരെ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാടുന്നത് ശരിയല്ല. ഏത് പാട്ട് വേണ്ട? അത് ഞാൻ ഒരുപാട് പാടിയതാ. അത് തന്നെ പാടാല്ലേ? ഇതാരും വീഡിയോ എടുത്തിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാം കുറച്ചതാ. ഇതിനെ പാടിക്കഴിഞ്ഞ ഇത് തന്നെ പാടിയോളാന്ന് വിചാരിക്കും ആൾക്കാർ. പലവട്ടം പാടാല്ലേ? അല്ലേ? പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൽ മൈതാനത്ത് ഒരു മാറ്റം പോയില്ലേ. പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൽ മൈതാനത്ത് ഒരു മാറ്റം പോയില്ലേ. അഴകോലും പെണ്ണേ കൊതിക്കുന്നു നിന്നെ ചെന്നാമറവിയും പോലെ നെഞ്ചിൽ നൽകുന്നേ. അഴകോലും പെണ്ണേ കൊതിക്കുന്നു നിന്നെ ചെന്നാമറവിയും പോലെ നെഞ്ചിൽ നൽകുന്നേ. പോരെ? താങ്ക് യു സോ മച്ച്.